നമ്മളൊരു ഇംപ്രൂവൈസ് ചെയ്യുകയാണെങ്കിൽ ഇംപ്രൂവൈസ് ചെയ്യുന്നതിനെ കുറിച്ച് വിളിക്കണം. ചിലപ്പോൾ മിണ്ടാതെ ഇംപ്രൂവൈസ് ചെയ്യുന്നു. നമ്മള് ആകെ പേഴ്സണലി നമുക്ക് ഡയറക്ടർ സർപ്രൈസ് ചെയ്യുമ്പോഴല്ല നമുക്ക് രസം. അപ്പൊ നമ്മള് ഇത് പറയില്ല. ചിലപ്പോൾ ക്യാമറ അഞ്ചിന്റെ അടുത്തേക്ക് മാത്രം വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യും. ഇത് കണ്ടിട്ട് ചിലപ്പോൾ കുഞ്ഞുങ്ങളെ പോലെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് ആ സാധനത്തിൽ പുള്ളി എൻജോയ് ചെയ്യും. അല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ അത് നടക്കൂല എന്നുള്ളത് പറയും. അത് ഭയങ്കര പ്രോസസ് അടിപൊളിയാണ്. എന്താ പറഞ്ഞ പോലെ നല്ലൊരു സിനിമയുടെ ഭാഗമാണ് വീണ്ടും ആകുന്നത്, നല്ല സിനിമകളിലേക്കാണ് എത്തുന്നത്. അതൊരു ഭാഗ്യമാണ് അല്ലേ? ഈ ഒരു ഡയറക്ടറിന്റെ കയ്യിലെത്തിയപ്പോൾ വീണ്ടും ഒരു നല്ല സിനിമ, ഒരു പ്രൊഡക്ഷൻ ടീമിന്റെ കൂടെ ചെയ്തു വെച്ച കഥാപാത്രങ്ങളെല്ലാം നല്ലതായിട്ട് നല്ല വിജയത്തിലേക്ക് എത്തിയ സിനിമയാണ്. ഒരു ഭാഗ്യമുള്ള നടനായിട്ടാണ് ഇപ്പോൾ സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗ്യക്കൂട്ടിലേക്ക് ഇവരെല്ലാം ഭാഗ്യമുള്ളവരുടെ കൂടെ വീണ്ടും കൂടുന്നു. ഈ സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ കഥാപാത്രം ചെയ്യാനുള്ള ഒരു ആവേശമുണ്ടായിരുന്നു. അത് എത്രമാത്രമായിരുന്നു? അല്ല, മനു ഈ പറയുന്ന പോലെ വളരെ എക്സൈറ്റഡ് ആയിട്ട് കഥ പറയുന്ന ഒരാളാണ്. കഥ പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് എന്നിട്ട് ഇരിപ്പിക്കുന്ന രീതിയിലാണ് മനു കഥ പറയുന്നത്. പിന്നെ അപ്പം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാനിത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ 3 റീസണാണുള്ളത്. ഒന്ന്, സ്ക്രീൻ പ്ലേ നല്ല പുതിയൊരു ആശയമാണ് സിനിമയിൽ പറയുന്നത്. നമ്മളിതുവരെ കാണാത്ത, അല്ലെങ്കിൽ ഒരുപാട് കാണാത്ത ഒരു രീതിയിലുള്ളൊരു കോണ്ടന്റാണ് സിനിമയുടെ കഥ എന്ന് പറയുന്നത്. രണ്ടാമത്തെ, ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ബാനർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു പ്രൊഡക്ഷൻ ബാനറാണ്. പിന്നെ മൂന്നാമത് സംസാരിച്ച മനുവിൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞ ഷറഫിക്കയും സുരാജേട്ടനായിരിക്കും ഈ 2 ക്യാരക്ടേഴ്സ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞു. പക്ഷെ അവർ കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല. ഷറഫിക്ക് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ എല്ലാവരും. ഞാൻ പറഞ്ഞു, അളിയാ മനു, അവരുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ, അവരാണ് അതിൻ്റെ ഒരു സാധനം, വേറെ ആര് വന്നാലും അത് ചിലപ്പോൾ അത് അത്രയും ഇതിലേക്ക് വരത്തില്ല. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് കൺഫേം ആക്കിയിട്ട് എൻ്റെ അടുത്ത് പറയുമോ എന്ന് ചോദിക്കും. അപ്പോൾ മനു എല്ലാവരും ഓൾമോസ്റ്റ് കൺഫേം ആണ്, പക്ഷെ സന്ദീപ് ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു, അളിയാ ഞാൻ എന്തായാലും ഓക്കെയാണ്, പക്ഷെ അവരെന്തായാലും വേണം എന്നുള്ളത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഓക്കെ അടിച്ചപ്പോഴാണ് എനിക്ക് ഫുൾ കോൺഫിഡൻ്റ് ആയ ഈ സിനിമ നന്നായി വരും എന്നുള്ളൊരു. അപ്പോൾ ഇത് 3ഉം ഒരുമിച്ച് വന്നതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കമ്മിറ്റ് ചെയ്ത ഒരു സിനിമയാണ് പടക്കളം എന്ന് പറയുന്ന സിനിമ. ഫ്രണ്ട് ബെഞ്ചാണ്, പഠിപ്പിസ്റ്റാണ് അല്ലേ? ജീവിതത്തിൽ എങ്ങനെയായിരുന്നു? അല്ല, അങ്ങനെ ആവശ്യമുള്ളപ്പോൾ പഠിക്കുന്നു എന്നുള്ളതുള്ളൂ. എല്ലാവരും അത് തന്നെ ആവശ്യമുള്ളപ്പോൾ പഠിക്കുന്നു. അല്ല, അവസാനം ജയിക്കണമല്ലോ, പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ തീർന്നില്ല. എക്സാം സമയത്ത് അതെ, ആ സമയത്ത് ജയിക്കാൻ വേണ്ടി പഠിക്കുന്നു, അല്ലാതെ പഠിച്ച് ടോപ്പർ ആവണമെന്നുള്ള രീതിയിൽ പഠിക്കുന്നതല്ല. എങ്ങനെയെങ്കിലും ജയിക്കണം, വീട്ടുകാരെ ഒന്ന് ഹാപ്പി ആക്കണമല്ലോ. ഒരു സിനിമയ്ക്കുള്ള വരവ് എനിക്ക് തോന്നുന്നു പെട്ടെന്നുള്ളൊരു വരവ് പോലെയാണ്. അതെ, ഫാലിമി എന്നൊരു സിനിമയിൽ വന്ന് നല്ലൊരു കഥാപാത്രം ചെയ്ത് പിന്നീടുള്ള യാത്ര അത്ര സുഖമായ യാത്രയിലൂടെ പോകുമ്പോൾ എവിടെയെങ്കിലും വെച്ച് ഇതിനു മുമ്പേ എനിക്ക് വരാമായിരുന്നു അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ടായിരുന്നു? അല്ല, പെട്ടെന്നുള്ള വരവ് ആയിരുന്നില്ല. ഞാൻ എൻ്റെ ഒരു സ്കൂൾ ടൈം തൊട്ട് തന്നെ എനിക്ക് സിനിമയിൽ വരണം എന്ന് അത്രയും ആഗ്രഹം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 9ാം ക്ലാസ് 10ാം ക്ലാസ് തൊട്ടാണ് ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് ചെയ്ത ഷോർട്ട് ഫിലിമിൻ്റെ ഇത് കണ്ടിട്ടാണ് നിതീഷ് ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് അന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാനും നിതീഷ് ചേട്ടനും തമ്മിലുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ഷറഫിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, നേരം കണ്ടിട്ട് ഞാൻ ഷറഫിക്കോട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഇതിപ്പോൾ പറഞ്ഞു. അപ്പം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹിച്ച് തന്നെ നടന്നിരുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ ആദ്യത്തെ സിനിമ 18ാം പടി എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഇതേപോലെ ഒരു ഓഡിഷൻ കോള് വന്നിട്ടാണ് ഞാൻ ഓഗസ്റ്റ് സിനിമാസിൽ പോയി. അങ്ങനെ ഒരു 2 വർഷം അതിൻ്റെ ഷൂട്ടുണ്ടായിരുന്നു. പക്ഷെ കാര്യമായിട്ടുള്ള ഒരുപാട് ബ്രേക്ക് തരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നില്ല. എന്നാൽ അതിൽ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. മമ്മൂക്കനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ചാണ്. അപ്പോൾ 18ാം പടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അന്താക്ഷരി ചെയ്തു, വിപിൻ ചേട്ടൻ അന്താക്ഷരി ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു സിനിമ ചെയ്തിരുന്നു, ഏക് ദിൻ എന്നാണ് സിനിമയുടെ പേര്. കൊച്ചായിരുന്നു ഞാൻ ആ സമയത്ത്, 20 വയസ്സ്. അതിലാണ് ഞാൻ ആദ്യമായി നായകനായി അഭിനയിക്കുന്ന ശിബുചേട്ടൻ, നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ചെയ്ത ശിബുചേട്ടൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 7th Day ഒക്കെ ചെയ്ത്. അപ്പോൾ അതൊരു ചെറിയൊരു സ്കെയിലുള്ള ഒരു ഫെസ്റ്റിവൽ മൂഡിലൊക്കെ ഉള്ളൊരു സിനിമയാണ് അത്. അതാണ് ഞാൻ ആദ്യമേ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമ. പക്ഷെ അത് പുറത്ത് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് ചെയ്ത സിനിമയാണ് അന്താക്ഷരി. അത് കഴിഞ്ഞതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് വെബ് സീരീസ് ചെയ്തു യൂട്യൂബിൽ. കോവിഡ് സമയത്തിൽ സിനിമയില്ല, എന്തെങ്കിലും ചെയ്യണം. കോവിഡ് സമയത്ത് സിനിമ ചെയ്യാൻ പോയി. എൻ്റെ ഇടയ്ക്ക് ജോലി ചെയ്യാൻ പോയി. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കേണ്ട ഇടയിലാണ് നിതീഷ് ചേട്ടൻ ഇങ്ങനെ വിളിച്ച് പറയുന്നത്, സിനിമ ഏകദേശം ഓണായിട്ടുണ്ട്, റിസൈൻ ചെയ്തോ എന്നുള്ള രീതിയിൽ. ഞാൻ പടം ഓണാവുന്നു, അവിടെ നിന്ന് റെസിഗ്നേഷൻ ഇടുന്നു, വരുന്നു, ഫാലിമിയിൽ അഭിനയിക്കുന്നു. അപ്പോൾ ഫാലിമി ബ്രേക്ക് കിട്ടിയപ്പോൾ പിന്നീടുള്ള കാര്യങ്ങൾ സ്മൂത്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാലിമി എന്നുള്ളൊരു ബ്രേക്ക് കിട്ടാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്.
അതായത് സാലിമി എന്നുള്ള സിനിമയെന്നല്ല, എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് കിട്ടണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച കുറെ നാളുണ്ട്. അപ്പൊ അത് കിട്ടിയ ബ്രേക്ക് നശിപ്പിക്കരുത് എന്നുള്ളതുകൊണ്ട് പട്ടിണി കിടന്നാലും നല്ല സിനിമകളുടെ ഭാഗമാകുക എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ പിന്നീട് ചിന്തിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ നല്ല സിനിമകളുടെ ഭാഗമാകുക എന്നുള്ളൊരു ക്രൈറ്റീരിയയിലാണ്. അന്ന് ഷറഫിന് മെസ്സേജ് അയച്ചു, ഇന്ന് ഷറഫിന്റെ കൂടെ അഭിനയിക്കുന്നു, ഷറഫിന്റെ കൂടെ ഇരിക്കുന്നു. ഭാഗ്യമാണ്, അല്ല ആഗ്രഹിച്ച ഒരാളെ. അല്ല, എന്റെ അടുത്ത് പറഞ്ഞപ്പോഴാണെങ്കിൽ എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ നേരമാണ്, എന്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ ആ സിനിമ കണ്ടിട്ട് എനിക്ക് ആലോചിക്കണം, ഒരാളെന്ന് പറയുമ്പോൾ എന്നെ കണ്ടു അതിൽ എന്ന് പറയുന്നത് കൂടി ഞാൻ അതിൽ മനസ്സിലാക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആള് എന്നെയും കണ്ടല്ലോ. അപ്പൊ ആ സിനിമയിൽ ഞാനും ഒരു ചെറിയ കഥാപാത്രമാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ അത് അത്രയും സിനിമേനെ അത്ര ഇതായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ കണ്ടൊരു മെസ്സേജ് അയക്കാനൊക്കെ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് ഈ സെറ്റിൽ വന്നപ്പോഴാണ് പറയുന്നത്. ഈ സെറ്റിൽ എത്തുമ്പോഴാണ് അത് ഷറഫിന് ഒരു ഷോക്കായിരിക്കും അല്ലേ? അത് ഭയങ്കര പറഞ്ഞ പോലെ അന്ന് നോട്ട് ചെയ്തു സന്തോഷമാണ്. ഭയങ്കര സന്തോഷം തോന്നുന്നു നമുക്ക്. നമ്മൾ അന്ന് നോട്ട് ചെയ്തല്ലോ. ഞാൻ ആ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ അന്ന് എനിക്ക് മെസ്സേജ് അയച്ച് സന്ദീപും ഞാനും ഇന്ന് സിനിമയിൽ അഭിനയിക്കുന്നതിലും ഒരു അന്നും എന്നെ നോട്ട് ചെയ്യാൻ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ള സന്തോഷമാണ്. അല്ല, അത് സന്ദീപിന്റെ ഒരു ഭാഗ്യം, പിന്നീട് ഭാഗ്യത്തിലേക്ക് വരുന്നതാണ് ഇത്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഷറഫിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുമെന്നോ ഷറഫിന്റെ കൂടെ ഇരിക്കാൻ പറ്റുമെന്നോ പ്രതീക്ഷിക്കാത്ത ഇതേ ഭാഗ്യമാണ് എനിക്ക് ഫാലിമിയിലും കിട്ടിയത്. ഞാൻ ബേസിലായിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എല്ലാ എന്താ പറയാ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. എനിക്ക് കാണുമ്പോൾ, അതായത് എനിക്ക് എന്നെ കാണാൻ ചില സമയത്ത് പറ്റും. അതായത് സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ ബേസിലേട്ടൻ എന്നെ പോലെ ഈ പറയുന്ന പ്രിയമത കാതരാണോ അങ്ങനെ കുറെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് വന്ന ഒരാളാണ്. ഷറഫിക്കയും ഇവരും എല്ലാവരും ഭയങ്കര ഷോർട്ട് ഫിലിം ഭയങ്കര കോർ ടീമാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടായിരുന്നു, ലൂമിയ ബ്രോസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് 12th പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്ത ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്, സിനിമാ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് വരണമെന്നാണ് ആഗ്രഹിച്ചത്. അതിലൊരു മെമ്പറാണ് വാഴയുടെ ഡയറക്ടറായ ആനന്ദ് എന്ന് പറയുന്ന ആള്. അപ്പൊ ഞങ്ങള് ഒരു ടീമായിരുന്നു. അപ്പൊ എനിക്ക് എന്നെ റിഫ്ലക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ കൂടുതൽ കണക്ട് ആകുന്നത്. അങ്ങനെ ഞാൻ വളരെ കുറച്ച് പേർക്ക് മെസ്സേജ് അയച്ചതിൽ 2 പേരുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ ഭാഗ്യം തന്നെയാണ്. പക്ഷെ അന്ന് തൊട്ട് ഇങ്ങനെ സിനിമയിൽ ഇഷ്ടം അല്ലേ, സിനിമയ്ക്കുള്ളൊരു തയ്യാറെടുപ്പ്, ഷോർട്ട് വീഡിയോകൾ ചെയ്ത് ഇങ്ങനെ വന്ന് സിനിമയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് അതും വലിയൊരു ഭാഗ്യമാണ്, ഒരു മാറ്റമില്ല. പക്ഷെ ഇപ്പോൾ ചെയ്തു വെച്ച കുറേ കഥാപാത്രങ്ങളുണ്ട് അല്ലേ, എപ്പോഴും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാം. ഈ പറഞ്ഞ ഹലോ മമ്മി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ഞാൻ തന്നെ വിളിക്കുന്ന ഏറ്റവും സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. ആ സിനിമയ്ക്ക് വേണ്ടത്ര രീതിയിൽ കളക്ഷൻ ലഭിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വേണ്ടത്ര രീതിയിൽ അത് തിയേറ്ററിൽ നിന്നും ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞോ എന്ന് എനിക്ക് ഡൗട്ട്, എനിക്ക് സ്വയം തോന്നിയ ഒരാളാണ്. പക്ഷെ ആളുകൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അത്രമാത്രം എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. വേറെ സിനിമകൾ വരുന്നു. ഒന്ന് ആ സമയത്ത് വേറെ സിനിമയുണ്ട്, അത് കുറച്ചും കൂടി അഭിപ്രായമുള്ള സിനിമകളാണ് സൂക്ഷ്മ സിനിമകൾ നമ്മൾ തീർച്ചയായും ഫാക്റ്റാണ്. പിന്നെ എന്താ പറയുക, അതൊരു കോമഡി സിനിമ അല്ലെങ്കിൽ പിന്നെ ഹൊറർ സിനിമ, അതിന്റെ കറക്റ്റ് റീസൺ എന്താണെന്നില്ല. പക്ഷെ ഇപ്പൊ എല്ലാവരും ആ സിനിമ കണ്ടിട്ട് നമ്മുടെ പറയുമ്പോൾ ഞാൻ അപ്പം തന്നെ പറയുന്നത് അടുത്ത സിനിമ ഒരു തിയേറ്ററിൽ കണ്ടോളണം എന്ന് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഹലോ മമ്മി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് അങ്ങനെ ഒരു രീതിയിലും ഞാൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരു പരിപാടി ഇല്ല. അപ്പൊ പിന്നെ പെട്ടെന്ന് ഒരു ഇത് ഏത് പടം എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഒന്ന് കണക്ട് ആയി വരാനുള്ള ടൈം കൂടി എടുത്തു. പിന്നെ അതിന് ഒരു സാധാരണ സിനിമ ഇറങ്ങുമ്പോൾ വേണ്ട ഒരു മാർക്കറ്റിങ്ങിൽ ഒരു അതിൻ്റെ എന്തെങ്കിലും ഒരു പാട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോണ്ടന്റ് 1-2 പാട്ടുകളൊക്കെ വർക്കായിരുന്നെങ്കിൽ കുറച്ചും കൂടി, അതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ്. അതൊന്നും അങ്ങനെയൊക്കെ എത്തേണ്ടിയിരുന്നതാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.